ഗീതുവിന് ജെനിയെയും ഡെന്നിയെയും ഒരുമിച്ച് കാണുന്നതോറും വല്ലാത്ത കലി കയറി. ദച്ചു ആദമിന്റെ അടുത്തേക്ക് വന്നു. ഡെന്നിയും ജെനിയും അവരുടെ അടുത്തേക്ക് വന്നു. ഹാപ്പി ബർത്ത്ഡേ ദക്ഷ. രണ്ടുപേരും അവളെ വിഷ് ചെയ്തു. അതോടൊപ്പം ഡെന്നി ഒരു ഗിഫ്റ്റ് ബോക്സ് എടുത്ത് കയ്യിൽ കൊടുത്തു. താങ്ക് യു സർ. അയ്യേ സാറെന്നോ? നോ ദച്ചു, എന്റെ പേര് വിളിക്കേ, അല്ല ഡെന്നിച്ച, അങ്ങനെ മതി. എന്റെ സഹോദരന്റെ ഭാര്യ എന്നെ സാർ, അതൊന്നും വേണ്ട മോളെ. ഒരു ചിരിയുടെ ഡെന്നി പറയുന്നത് കേട്ട് അവൾ ആദമിനെ നോക്കി ചിരിച്ചു. അല്ല, ഇനി എന്താ പരിപാടി? പാർക്കിലോ സിനിമയ്ക്കോ? അയ്യോ, അതൊന്നും നടക്കില്ല. ആദം അവള് സംശയത്തോടെ നോക്കി. അതിച്ചായ വീട്ടിൽ അപ്പച്ചിയൊക്കെ ഉണ്ട്. ഓ, മറ്റവൻ പിറകെ തന്നെ ഉണ്ടല്ലേ? ഞങ്ങളുടെ കൂടെ വന്നത് അമ്പലത്തിൽ. എന്നിട്ട് അവനെവിടെ? അത് പിന്നെ ദച്ചു വീട്ടിൽ അപ്പച്ചി ഡ്രസ് തന്നത് മുതൽ ഇവിടെ എത്തും വരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞതും ഡെന്നി ഇരുന്ന് പൊട്ടിച്ചിരിച്ചു. ആദം അപ്പുവിനെ നോക്കി അവന്റെ അടുത്തേക്ക് നടന്നു. എനിവേ, എന്റെ അളിയൻ ആള് കൊള്ളാലോ. ഭാവിയിൽ ഇതുപോലെ വല്ല സഹായം വേണ്ടി വന്നാൽ ഈ അളിയൻ കൂടെ ഉണ്ടാവും. ആദം അവന്റെ തലയിലും തലോടി. എന്നാലും എവിടുന്ന് കിട്ടുന്ന ഈ പ്രായത്തിൽ ഇത്രയ്ക്ക് ബുദ്ധിയൊക്കെ? നമ്മൾ എത്ര സിനിമ കാണുന്ന അളിയാ. ഒരു നിമിഷം അവന്റെ അളിയ എന്ന വിളിയിൽ ആദം ഒന്ന് ഞെട്ടി. ഡാ ചെക്ക, നീ കൊള്ളാലോ, ചേച്ചിക്ക് പറ്റിയ കൂട്ട്. ആ, ഇവൻ ആള് പണ്ടേ പുലിയല്ലേ? എന്തോ മനസ്സിലോർത്ത് പറയുന്നവനെ അപ്പു ഇടം കണ്ണാലെ നോക്കി. അതുകൊണ്ട് അവന്റെ ശല്യം ഇനി ഇപ്പോ വരാൻ പോണില്ല. അപ്പോ അടുത്ത പ്ലാൻ പറ. സിനിമ, പാർക്ക്? ഓ, അവളെയും കൊണ്ട് സിനിമ കാണാൻ കഴിഞ്ഞിട്ട് നിൽക്കളിയില്ല, ശവം. ഗീതു ആത്മ. പെട്ടെന്ന് ഗീതുവിന്റെ മുഖത്തേക്ക് നോക്കി ഡെന്നി. അല്ല ദച്ചു, നിന്റെ ഈ കൂട്ടുകാരുടെ മുഖം എന്താ കടന്നൽ കുത്തി വീർത്തു നിൽക്കുന്നുണ്ടല്ലോ? ഗീതു അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു. ദച്ചു അവനെ കുശുമ്പോടെ നോക്കി. ദക്ഷ, വാ, കാലിൽ കയറ്. ഇച്ചായ എങ്ങോട്ടാ? നീ വാ ദക്ഷ, നമുക്ക് എങ്ങോട്ടെല്ലാം മാറി നിൽക്കാം. ഇച്ചായ, ഇവിടെ അടുത്തൊരു കുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അവിടെ പോകാം. അങ്ങോട്ട് നടക്കാവുന്ന അത്രയേ ഉള്ളൂ. അത് ശരിയാ, നമുക്ക് കുന്നും മലയും എല്ലാം കണ്ട് ഈ നാടൊക്കെ കണ്ട് ചുമ്മാ നടക്കാലോ. ആദവും സമ്മതം മൂളിയതും അവരെല്ലാരും കൂടെ കുന്നിൻ മുകളിലേക്ക് നടന്നു. ജെനി, ദേ നോക്ക്, നിരന്ന് കിടക്കുന്ന പാടം, തോട്, എന്ത് രസാ കാണാനല്ലേ ജെനി? ഓ, ഒരു ജെനി, ഞാനൊരാൾ ഉണ്ടെന്ന ഭാവം പോലില്ല. ഗീതു ആത്മ. ഡാ ആദം, നിങ്ങൾ കുന്നിൻ മുകളിൽ കയറിക്കോ, ഞങ്ങൾ ദേ ആ തോടും പാടവും ഒക്കെ കണ്ടുവരാം. ദക്ഷയുടെ കൂടെ തനിച്ചിരിക്കാൻ എല്ലാവരെയും എങ്ങനെ ഒഴിവാക്കും എന്ന് ആലോചിക്കുകയായിരുന്നു ആദം. ഡെന്നിയായിട്ട് അവസരമുണ്ടാക്കിയതും അവൻ സമ്മതം മൂളി. ഡാ അപ്പു, വാ. ഡെന്നി അപ്പുവിനെ വിളിച്ച് അവന്റെ കൈ പിടിച്ചു. ഗീതു പോവാതെ ദച്ചുവിന്റെ കൂടെ തന്നെ നിൽക്കുന്ന കണ്ട് ഡെന്നി, ഡി ഇങ്ങോട്ട് വാടി. ഗീതു, ഓ പിന്നെ ഞാനൊന്നുമില്ല, പാടവും തോടും കാണാൻ നിങ്ങൾ തന്നെ അങ്ങ് പോയാൽ മതി. അതും പറഞ്ഞ് ദച്ചുവിനെ നോക്കിയതും ദച്ചുവിന് തൊട്ടടുത്ത് നിൽക്കുന്ന ആദമിന്റെ നോട്ടം കാണേ. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം. അതും പറഞ്ഞ് അവരുടെ അടുത്തേക്ക് നടന്നു ഗീതു. മുന്നോട്ട് നടക്കാൻ നിൽക്കുന്ന ഡെന്നിയെയും ജെനിയെയും അപ്പുവിനെയും ഗീതുവിനെയും നോക്കി ദച്ചു. ഡെന്നിച്ച. ദക്ഷയുടെ വിളി കേട്ട് ഡെന്നി തിരി നോക്കി. അവൾ ആദമിനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഡെന്നിച്ച, ഒരു 5 മിനിറ്റ് എൻ്റെ കൂടെ വരുമോ? അതും പറഞ്ഞ് അവൻ്റെ കയ്യിൽ പിടിച്ച് അല്പം ദൂരി മാറി നിന്നു. എന്താ ദച്ചു? അത് ഗീതു, അവളൊരു പാവാ. ഡെന്നിച്ചിന് അവളെ ശരിക്കും ഇഷ്ടമല്ലേ? അവനൊന്ന് ചിരിച്ചു. അവളെ എനിക്ക് ആദ്യം കണ്ടപാടെ മനസ്സിൽ കയറിയതാ. പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് എന്നെ ഇഷ്ടമായിട്ടും എന്നെ ഇട്ട് വട്ട് കളിപ്പിക്കാൻ നോക്കിയതല്ലേ? അന്ന് അവൾ ദച്ചുവിനോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ദാ, ഇന്ന് ഈ കളിക്കൊക്കെ അവസാനിപ്പിച്ച് അവളോടെല്ലാം പറയണം. അതിനു വേണ്ടിയാ ജെനിയും കൂടെ വന്നത്. ജെനി എൻ്റെ അമ്മച്ചിയുടെ ഫ്രണ്ടിൻ്റെ മോളാ. ഞങ്ങൾ ചെറുപ്പം മുതൽ പരിചയമുണ്ട്. അടുത്ത ആഴ്ച അവളുടെ എൻഗേജ്മെന്റ് ആണ്. അവളുടെ ജോണിച്ചനുമായി 3 വർഷത്തെ പ്രണയം. അതിനിടയിൽ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഓ എൻ്റെ ഈശ്വര, എന്നാ ഇനി അധികം അവളെ വിഷമിപ്പിക്കരുത്. എനിക്കത് വല്ലാതെ സങ്കടമാവുന്നുണ്ട് എന്നിച്ച. ഇല്ല ദച്ചു, നിങ്ങൾ ആ കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ ഈ ഡെനിയുടെ കൂടെ ഉണ്ടാവും. അതുപോരെ? മതി. അത്രയും പറഞ്ഞ് അവരുടെ അടുത്തേക്ക് നടന്നു. ആദം ദക്ഷയെന്ന് കൂർപ്പിച്ച് നോക്കി പുരികം പൊക്കി. അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. 2 കൂട്ടരും 2 വഴികളിലേക്ക് മാറി. കുന്നിൻ മുകളിലേക്ക് കയറി അവിടെയുള്ള പാറക്കെട്ടിന്റെ മുകളിലേക്ക് ആദം കയറി ദക്ഷയെ കയറ്റിപ്പിടിച്ചു. അവിടെ ഇരുന്ന് അവളെ തൻ്റെ അടുത്തിരുത്തി അവളുടെ മടിയിലായി തലവെച്ച് കിടന്നു. എന്തായിരുന്നു രഹസ്യം? ഏയ് ഒന്നുമില്ല ഗീതു, അവളുടെ കാര്യം. ആ, ഈ പോക്കാണെങ്കിൽ അവളുടെ കയ്യിലുള്ളതെല്ലാം അവൻ മേടിച്ചു കൂട്ടും. ഏയ്, ഇന്ന് അവളോടെല്ലാം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദം അവളിലേക്ക് തന്നെ മിഴികൾ നോക്കിയിരുന്നു. എന്താ ഇച്ചായി എങ്ങനെ നോക്കുന്നേ? ചെറുനാണത്തോടെ ദച്ചു ചോദിച്ചു. എന്താ, എൻ്റെ പെണ്ണിന് നാണം വരുന്നുണ്ടോ? തണുത്ത ഇളംകാറ്റിൽ സ്ഥാനം മാറി കിടക്കുന്ന ധാവണിക്കിടയിലൂടെ അവളുടെ കാണുന്ന വെണ്ണക്കൽ ശില്പ പോലുള്ള അല്ലവയർ കണ്ടതും പതിയെ ഒരു ചിരിയോടെ അവിടേക്ക് മുഖം പൊഴുത്തി അവൻ. ഒരു നിമിഷം തൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിളർപ്പ് കടന്നു പോകും പോലെ തോന്നി അവൾക്ക്. അറിയാതെ തന്നെ വിളിച്ചു പോയി അവൾ. ഇച്ചായ. ചെറിയൊരു കടി കടിച്ച് അവൻ്റെ കുറ്റിത്താടി കൊണ്ടൊന്ന് ഉരസിയതും അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു അവൾ. പതിയെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും കണ്ടു കുശുമ്പോടെ അവനെ തുറച്ചു നോക്കുന്നോളെ. എന്താടി ഉണ്ടാക്കാണ് ഇങ്ങനെ തുറച്ചു നോക്കി? എൻ്റെ കൺട്രോൾ കളയല്ലേ പെണ്ണേ. ഒരു ചിരിയോടെ പറയുന്നവൻ്റെ ഇരിക്കവളിലും പിടിച്ചു ഒന്ന് പിച്ചിയവൾ. ആ വിടടി കാന്താരി.
കുറുമ്പോടെ അവനെ നോക്കി ചിരിക്കുന്ന കണ്ട് അവൻ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. അവൾ തന്റെ കൈക്കുള്ളിലേക്കായി ചേർത്ത് പിടിച്ചു. അവളുടെ ഷോൾഡറിൽ തലവെച്ച് ഇരു കൈകളും അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് അവളുടെ കാതോരം ചുണ്ടു ചേർത്തു ആർദ്രമായി വിളിച്ചു, ദക്ഷ. ചെറിയൊരു മൂളലോടെ അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചാരി നിന്നു അവൾ. ഇച്ചായ, ക്ലോസ് യുവർ ഐസ്. ഒരു സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയവൾ. ഈ ഇച്ചായന്റെ കൊച്ചിന് എന്റെ പിറന്നാൾ സമ്മാനം വേണ്ടേ? ദാ, ഇത് ഇന്നലെ ഇച്ചായൻ തന്നതല്ലേ? ഏയ്, ഇതല്ല, ഇതിനേക്കാൾ വലിയ എന്റെ പെണ്ണ് ആഗ്രഹിക്കുന്ന ഒന്ന്. അവൾ സംശയത്തോടെ അവനെ നോക്കി. കണ്ണടയ്ക്കുക. അവനെ ഒന്ന് നോക്കി അവൾ കണ്ണടച്ചതും ആദം പോക്കറ്റിൽ നിന്നും ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് എടുത്തു അവളുടെ കയ്യിലായി വെച്ചു കൊടുത്തു. അവൾ കണ്ണ് തുറന്നു നോക്കിയതും സംശയത്തോടെ അവനെ നോക്കി. ഒരു ചിരിയോടെ അവൻ കണ്ണിറുക്കി കാണിച്ചതും അത് തുറന്നു നോക്കി. ഒരു നിമിഷം കണ്ണുകൾ വിടർത്തി അവനെ നോക്കി അവൾ. ഇച്ചായ, ഇത്? ആദമിന്റെ പേര് കൊത്തിവെച്ച ആ താലിയിലേക്കും അവനെയും ഒന്നും മാറി മാറി നോക്കിയവൾ. ഇതെന്റെ പെണ്ണിന്റെ കഴുത്തിൽ എന്നും ഇങ്ങനെ കിടക്കണം. അതും പറഞ്ഞ് ധാവണിക്കുള്ളിൽ മറച്ചു വെച്ച ആ മഞ്ഞച്ചിരട് എടുത്ത് പുറത്തെടുത്തു ആദം. ഒരു പകപ്പോടെ അവരെ പ്രവൃത്തികൾ നോക്കി നിന്നു അവൾ. ആ ചിരടിലേക്ക് അവൻ ആ താലി കോർത്ത് കെട്ടിക്കൊടുത്തതും നിറഞ്ഞ കണ്ണുകളോടെ അവനെ തന്നെ ഉറ്റുനോക്കിയവൾ. ഹേയ് ദക്ഷ, വാട്ട് ഹാപ്പൻ? അവളുടെ താടിയിൽ പിടിച്ച് ചോദിക്കുന്നതിനെ ഒന്ന് നോക്കിയവൾ. ഏയ്, ഒന്നുമില്ല ഇച്ചായ, സന്തോഷം കൊണ്ടാ. പിന്നെ ഇച്ചായ, ഇതിപ്പോ വേണ്ടിയിരുന്നില്ല. അച്ഛനും അമ്മയും എല്ലാവരുടെ മുന്നിൽ വെച്ച്. ദക്ഷ, മന്ത്രങ്ങളാൽ ഞാൻ അണിയിച്ച ചരടും എന്റെ രക്തം കൊണ്ട് ഞാൻ ചാർത്തിയ സിന്ദൂരവും അത് നിന്നെ എന്റെ പാതിയാക്കിയതാണ് ദക്ഷ. അവിടെ ഇനി നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഏതു ദൈവങ്ങൾക്ക് പോലും അടർത്തി മാറ്റാനാവില്ല. ഈ മഞ്ഞച്ചരടിൽ ഈ ആദമിന്റെ പേര് കൂടെ കൊത്തിവെക്കുമ്പോഴേ അതിനൊന്നുകൂടെ മാറ്റുകൂടും. ഈ ദക്ഷ ഈ ആദമിന്റെ പെണ്ണാണെന്ന്. അധികം വൈകാതെ ഞാൻ വീട്ടുകാരെയും കൂട്ടി വരും എന്റെ പെണ്ണിനെ എന്റെ കൂടെ കൂട്ടാൻ. നിറഞ്ഞ പുഞ്ചിരിയോടെ ദക്ഷ അവൻ ഇറുകി കെട്ടിപ്പുണർന്നതും ആ തണുത്ത ഇളങ്കാറ്റിന് പോലും അവരുടെ പ്രണയത്തിന് മുന്നിൽ കുശുമ്പ് തോന്നിപ്പോയി. അവളുടെ മുഖമാകെ തന്റെ മിഴികൾ പായിക്കുമ്പോൾ അതിന്റെ ഇണയെ തേടിയ പോലെ അവന്റെ അതിരങ്ങൾ അവളുടെ അതിരങ്ങളെ കവർന്നെടുത്തിരുന്നു. നീണ്ട ദീർഘ ചുംബനത്തിനൊടുവിൽ ശ്വാസം വില്ലനാമെന്ന് തോന്നിയ നിമിഷം അവളിൽ നിന്നും അകന്നു മാറുമ്പോൾ അവന്റെ ഇരു ഷോൾഡറിലും ഇറുകി പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് ശ്വാസം ആഞ്ഞു വലിച്ചു അവൾ. ഇച്ചായന്റെ ദക്ഷക്കൊച്ചിന് അത്ര സ്റ്റാമിന പോരല്ലോ, ഇത്ര പെട്ടെന്ന് തളർന്നോ? ഒരു കള്ളച്ചിരിയോടെ പറയുന്നവനെ ചിരിയോടെ നോക്കിയവൾ. ഒന്ന് പോ ഇച്ചായ. വീണ്ടും അവളുടെ മടിയിലായി തലവെച്ച് കിടന്നു അവൻ. എന്നാ ഇനി ഒരു പാട്ട് പഠിക്കേ? ഈ ഇച്ചായൻ എന്റെ പെണ്ണിന്റെ ഈ ശബ്ദം കേട്ടോണ്ടിരിക്കാൻ. അവളില്ലെന്ന് തലയാട്ടിയതും ധാവണിക്കിടയിലൂടെ കാണുന്ന അവളുടെ ആലിലെ വയർ ഒരു കടി കൊടുത്തതും ഇച്ചായ, എന്നാൽ പാട്. ഇല്ലേൽ ഞാൻ. വേണ്ട, പാടാം. അടങ്ങിയിരി എന്റെ നസ്രാണിച്ചക്ക. ദീ, എന്നാ ഇച്ചായന്റെ പെണ്ണ് പാട്. അവൾ മുന്നോട്ട് നോക്കി ആ ഇളം കാറ്റിനൊന്ന് ആഞ്ഞു ശ്വസിച്ചു. പുഞ്ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പാടി അവസാനിപ്പിക്കുമ്പോൾ കണ്ടു അവളുടെ മുഖത്തേക്ക് തന്നെ ചെറുപുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നവനെ. അവരുടേതായ ലോകത്ത് അവർ സംസാരിച്ചു. അവന്റെ ചെറിയ കുസൃതികളും പാട്ടുമായി അവിടെ ഇരുന്നു. പാടവും തോടും കാണാൻ ഇറങ്ങിയതാണ് ബാക്കിയുള്ളവർ. ജെനിയുടെ കൂടെ നടക്കുന്നവനെ കാണേ ഗീതു ധാവണിത്തുമ്പ് പിടിച്ച് തിരിച്ച് ദേഷ്യം കടിച്ച് അമർത്തിക്കൊണ്ടിരുന്നു. അല്പം ദൂരെയായി ഒരു കുളം കണ്ടതും അതിലെ താമരപ്പൂക്കൾ കാണേ ജെനി. ദേ നോക്ക് ഡെനിച്ച, എനിക്കൊരു താമര പറിച്ചു തരുമോ? എന്റെ ജെനിമോൾക്ക് ഞാൻ പറിച്ചു തരാതെ പിന്നെ ആർക്ക് പറിച്ചു കൊടുക്കാനാ? ഒന്നല്ല, മുഴുവൻ വേണേലും പറിച്ചു തരും. ഇങ്ങേരെ ഞാനിന്ന് അവളുടെ ഒരു താമര. ഗീതു ചേച്ചിക്ക് എന്തിനാ അവരോട് ഇത്ര ദേഷ്യം? അപ്പു, അത് ഒന്നുമില്ല. ആ ശവത്തെ ഒന്ന് ഒഴിവാക്കി താപ്പു. ബാക്കി അങ്ങേർക്കുള്ളത് ഞാൻ നോക്കിക്കോളാം. ഒന്ന് മൂളി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അവൻ. പിന്നെ എന്തോ ഓർത്ത് ഗീതുവിന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. ഗീതുവും ചെറു പുഞ്ചിരിയോടെ അവന്റെ കയ്യിൽ കൈയടിച്ചു. ഓക്കെ മുത്തേ, സെറ്റ്. അപ്പു വേഗം അവിടെ നിന്ന് അപ്പുറം ഓടിപ്പോയി. അവൻ പോകുന്നത് നോക്കി അവൾ ചിരിച്ചു. നിന്റെ താമര ഞാൻ ശരിയാക്കി തരാൻ വേണ്ടി ഷൂർപ്പണകേ. ഡെന്നിയും ജെനിയും കുളത്തേക്ക് നടന്നു. ഗീതു പുറകിൽ തന്നെ അവരുടെ സംസാരവും എല്ലാം കേട്ട് നിൽക്കുന്നുണ്ട്. ഡെന്നി പതിയെ പാൻ്റ് അല്പം പൊക്കി വെച്ച് കുളത്തിലേക്ക് കാലിട്ടിറങ്ങാൻ നോക്കി. പാടവരമ്പ് നിന്ന് അപ്പു ഗീതുവിനെ കൈ കാണിച്ച് വിളിച്ചതും അവൻ തമ്പനയിൽ കാണിച്ചു. ഗീതു ജെനിയെ വിളിച്ചു. ജെനി. ഗീതുവിനെ വിളിക്കേട്ട് ജെനി തിരിഞ്ഞു നോക്കി. ജെനി, എന്റെ കൂടെ ഒന്ന് വരുമോ? ഗീതു പറയുന്നത് കേട്ട് ജെനി ഡെന്നിയെ നോക്കി. അവനൊന്ന് ചിരിച്ചോണ്ട് സമ്മതം പറഞ്ഞതും ജെനി അവളുടെ കൂടെ നടന്നു. അല്പം മുന്നോട്ട് പോയി ഒരു പാടവരമ്പത്ത് പോയി നിന്നു. അവളുടെ പിറകിലൂടെ ഗീതു ഒളിഞ്ഞു നോക്കി. തിരിച്ചു ജെനി നടക്കുന്ന വരമ്പിന്റെ ഒരു ഭാഗത്ത് അപ്പു നല്ല പണി ഒപ്പിക്കുന്നുണ്ട്. മണ്ണല്പം നീക്കി 2 ചെറിയ വടി വെച്ച് അതിന് മുകളിൽ ആ മണ്ണിട്ടു. പെട്ടെന്ന് കണ്ടാൽ അവിടെ ചെറിയ കുഴിയുള്ളത് അറിയില്ല. ചവിട്ടിയാൽ കാൽ തെന്നി വീഴും പാകത്തിനാക്കി വെച്ച് അവൻ മാറി നിന്നു. എന്താ ഗീതു? അത് പിന്നെ ജെനി, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ചുമ്മാ വിളിച്ചോണ്ട് വന്നതാണോ? അല്ല, അത് എന്ത് ചോദിക്കണമെന്നറിയാതെ അവൾ തത്തിക്കളിക്കുന്നത് കണ്ട് ജെനിക്ക് ചിരി വന്നു. എനിക്കറിയാം ഗീതു, നിനക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന്. ജെനി പറയുന്നത് കേട്ട് ഗീതു അവളെ സംശയത്തോടെ നോക്കി. ഞാനും ഡെന്നിച്ചനും തമ്മിൽ ഇഷ്ടത്തിലാണോ എന്നാവും. ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നോടെല്ലാം തുറന്നു പറയാനാ ഗീതു.
ജെനി എന്താണ് പറയാൻ പോകുന്നതെന്ന് ഓർത്ത് അവളുടെ വാക്കുകൾ കേൾക്കാൻ കാത്തു നിന്നു ഗീതു. അതേ ഗീതു, കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ ഇഷ്ടത്തിലാ. ഗീതു തികഞ്ഞ ഞെട്ടലോടെ ജെനിയെ നോക്കി. ഗീതുവിന്റെ മുഖം കണ്ട് ജെനിക്ക് ചിരി വന്നു. അതേടോ, പക്ഷെ അത് തിന്റെ ഡെനിഷനെ അല്ല, എന്റെ ജോണിച്ചായനെ. തലക്കടിയേറ്റ പോലെ ജെനിയെ തന്നെ നോക്കി ഗീതു. എന്റെ പൊന്നു ഗീതു, നീ ഡെന്നിച്ചിനെ കളിപ്പിക്കാൻ നോക്കിയപ്പോ അത് മനസ്സിലാക്കി നിനക്കിട്ട് തിരിച്ചു കൊട്ടി, അത്രയേ ഉള്ളൂ. അതിനെന്നെ കൂട്ടുപിടിച്ചു. അടുത്ത ആഴ്ച എന്റെയും ജോണിച്ചിന്റെ എൻഗേജ്മെന്റ് ആണ്. അപ്പോ എല്ലാരും ഒന്ന് നേരത്തെ അങ്ങോട്ട് വന്നേക്കണം. ഡെന്നിച്ചിനെ നിന്നെ അത്രയ്ക്ക് ഇഷ്ടാ ഗീതു. ജെനി പറഞ്ഞു കേട്ട് ഗീതുവിന്റെ സന്തോഷം പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമായിരുന്നു. ചിരിയോടെ തലയും താഴ്ത്തി നിൽക്കുന്നവളെ കണ്ടതും, എന്നാലേ ഞാൻ പോയി ഡെന്നിച്ചിനെ ഇങ്ങോട്ട് വിടാം. രണ്ടും പറയാനുള്ളതൊക്കെ പറഞ്ഞ് പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് അങ്ങോട്ട് വാ. അതും പറഞ്ഞ് ജെനി തിരിച്ചു നടന്നതും ജെനി പറഞ്ഞതെല്ലാം കേട്ട് നാണത്തോടെ ചിരിച്ചു ഗീതു. ഡെന്നിയെ മനസ്സിൽ ഓർത്തു നിന്നു. ആ നിമിഷം അപ്പു ഒപ്പിച്ചു വെച്ച പണി അതുപോലും അവൾ മറന്നു പോയിരുന്നു. ചിരിച്ചുകൊണ്ട് ഡെന്നിയെ ഓർത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഓർത്ത പോലെ ഗീതു ഞെട്ടി ജെനിയെ നോക്കി. ജെനി എന്ന് വിളിച്ചപ്പോഴേക്കും കാൽ കുഴിയിലേക്ക് മടക്കി ചവിട്ടി അവൾ വീണിരുന്നു. അതും തൊട്ടപ്പുറത്തെ കണ്ടത്തിലേക്ക്. ചേറിൽ വീണ ജെനി മുഴുവനായി ചെളിയിലായിരുന്നു. താമരയും പറിച്ച് ജെനി എല്ലാം പറഞ്ഞു കാണും. അവൾ വന്നിട്ട് ഗീതുവിന്റെ അടുത്തേക്ക് പോകാൻ കരുതി കാത്തു നിൽക്കുകയായിരുന്നു ഡെനി. പെട്ടെന്നാണ് ആരോ കരുത ശബ്ദം കേട്ടത്. ഗീതു ജെനിയുടെ അടുത്തേക്ക് ഓടി ചെന്നിരുന്നു. ഗീതു ചുറ്റും നോക്കി. കുളത്തിനടുത്ത് നിന്നും താമരയും കയ്യിൽ പിടിച്ച് ഓടി വരുന്ന ഡെന്നിയെ കണ്ടതും അവൾക്ക് എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ തോന്നിപ്പോയി. ജെനി പതിയെ വീണിടത്തും എഴുന്നേറ്റ് നിന്നു. മുഖത്തെ ചെളി തുടച്ചു കളഞ്ഞു. കാലുമടക്കി ചവിട്ടിയത് കൊണ്ട് അവൾക്ക് ശരിക്കും നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ അവിടെ ഇരുന്നു. അയ്യോ ജെനി! അപ്പോഴേക്കും ഡെന്നി അവിടെ എത്തിയിരുന്നു. മുന്നിൽ കാണുന്ന കാഴ്ച കണ്ടതും ഒറ്റനോട്ടത്തിൽ ഉറപ്പായി ഇത് ഇവൾ ഒപ്പിച്ചതാണെന്ന്. ഡീ കുട്ടിപ്പിശാചേ, നീ എന്ത് പണിയടി കാണിച്ചേ? എന്റെ കർത്താവേ ജെനി! അതും പറഞ്ഞവൻ മുന്നോട്ട് ചെന്നതും ദേ കിടക്കുന്നു കാല് തന്നെ ആ ചേറിലേക്ക്. ഗീതു ചെവിപ്പൊത്തി കണ്ണടച്ച് നിന്നു. ഡെന്നി കൈകൊണ്ട് അല്പം ബാലൻസ് ചെയ്തുകൊണ്ട് തല ഒഴുകി ഉടൽ മുഴുവൻ ചേറിൽ മുങ്ങി. ഗീതു ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. എല്ലാം കണ്ടു നിന്ന് അപ്പു ഗീതുവിനെ നോക്കി ചിരിച്ചു. ശേഷം തിരിഞ്ഞ് ഒരൊറ്റ ഓട്ടമായിരുന്നു. അവൻ ഓടിപ്പോകുന്ന കണ്ടതും ഗീതു ശ്വാസം എടുക്കാതെ പകച്ചു നോക്കി നിന്നു. പതിയെ ചേറിൽ കിടക്കുന്നവരെ നോക്കി. അവളെ തുറിച്ചു നോക്കുന്ന ഡെന്നിയെ കണ്ടതും അറിയാതെ ഒന്ന് ഉമിനിറക്കിപ്പോയി. കള്ളം പിടിക്കപ്പെട്ട കൊച്ചുകുട്ടിയെ പോലെ തല താഴ്ത്തി ധാവണിത്തുമ്പ് പിടിച്ച് തിരിച്ചോണ്ട് നിന്നു അവൾ. ഡെന്നി പതിയെ എഴുന്നേറ്റു. ജെനിക്ക് കാല് നല്ല വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളെ താങ്ങി പിടിച്ച് പതിയെ ആ കുളത്തിനടുത്തേക്ക് കൊണ്ടുപോയി പറ്റുന്ന പോലെ ഏറെക്കുറെ കഴുകി കളഞ്ഞു. ജെനിയെ പിടിച്ചൊരു മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടിരുത്തി. അവൾ കാല് പിടിച്ച് വേദന കടിച്ചമർത്തി. എന്റെ കർത്താവേ, ജോണി അവനെന്റെ കാര്യം തീർത്തത് തന്നെ. അടുത്ത ആഴ്ച എൻഗേജ്മെന്റ്. മിക്കവാറും അത് നീട്ടി വെക്കേണ്ടി വരും. ജെനിയെ നോക്കി മനസ്സിൽ കരുതിയതും പിന്നെയും തിരിഞ്ഞു നോക്കി. അവിടെ തന്നെ അതേ നിൽപ്പ് നിൽക്കുന്നവളെ കാണേ അവളുടെ അടുത്തേക്ക് ചെന്നു. ഡി! ഡെന്നിയുടെ വിളി കേട്ട് അറിയാതെ തലവർത്തി അവനെ നോക്കി. തൊണ്ട വരളെന്ന പോലെ തോന്നി അവൾക്ക്. വന്ന് വന്ന് ഇപ്പോ എന്തും കാണിക്കാമെന്നായോടി? ദേഷ്യത്തോടെ പറയുന്നവനെ കണ്ടതും ഇനിയൊരു മാർഗമില്ലെന്ന് തോന്നിയതും അവസാന ശ്രമം എന്നോണം അവൾ പൊട്ടിക്കരഞ്ഞു. അവൾ ഒരു കൈ കണ്ണിൽ തിരുമ്മി പൊട്ടിക്കരഞ്ഞു. ഏങ്ങി കരയുന്നവളെ കണ്ടതും ഡെന്നി വാ പൊളിച്ചു നോക്കി നിന്നു. അവൻ ചുറ്റും നോക്കി. ഗീതു, അയ്യേ, നീ എന്തിനാ കരയുന്നേ? ഞാൻ അതിലൊന്നും പറഞ്ഞില്ലല്ലോ. ഡീ, ഇങ്ങനെ കരയാതെ. ആരെങ്കിലും കണ്ടാൽ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തിട്ടെന്നേ കരുതൂ. എന്ത് പറഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ അവൾ കരയുന്ന കണ്ടതും ഡീ നിർത്തടി! അതൊരർച്ചയായിരുന്നു. അവൾ പെട്ടെന്ന് കരച്ചിൽ നിർത്തി. ചുണ്ടു മലർക്കെ പിടിച്ച് ഏങ്ങി നിന്നു. കണ്ണിൽ നിന്നും കണ്ണുനീർ ധാര ഒഴുകുന്നുണ്ട്. എന്റെ കർത്താവെ, ഇവളുടെ കണ്ണിൽ അതിന് മാത്രം കണ്ണീർ എവിടുന്ന് വരുന്നു? ഡീ! അവൾ അവനെ നോക്കി പതിയെ നോക്കി പേടിപ്പിക്കുന്നു. ഉണ്ടക്കണി, നടക്കടി അങ്ങോട്ട്! അതും പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് ജെനി ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി. ഗീതു ജെനിയെ നോക്കി. എന്നാലും എന്നോട് ഇത് വേണമായിരുന്നു ഗീതു എന്ന മട്ടിൽ ഗീതുവിനെ നോക്കി ജെനി. അല്ല, ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഒരു കുട്ടിത്തേവങ്ക്. അവൻ എവിടെ? അവളൊന്നും മിണ്ടിയില്ല. ഡീ, നിന്നോടാ ചോദിച്ചത്. അവൻ ഓടി. തല താഴ്ത്തി പറഞ്ഞു അവൾ. ആ ബെസ്റ്റ്, നിനക്ക് ഓടായിരുന്നില്ലേ? അവളൊന്നും മിണ്ടിയില്ല. വീണ്ടും ഏങ്ങി കരഞ്ഞു. ഓ പുല്ല്, എന്തേലും പറയുമ്പോഴേക്കും അങ്ങ് മൂങ്ങിക്കോളും. നിർത്തടി! വേണ്ട ഡെനിച്ച, അവളെ വഴക്ക് പറയണ്ട. അറിയാതെയല്ലേ? ആര്? ഇവളോ? മതി ഡെന്നി, നീ ആദവിനെ വിളിക്ക്, ഹോസ്പിറ്റലിൽ പോകാം. എനിക്ക് കാല് നല്ല വേദന ഉണ്ട്. ഡെന്നി ഗീതുവിനെ തുറച്ചു നോക്കി കുന്നിന്റെ അടുത്തേക്ക് നടന്നു.